അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് ടീച്ചറെ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതായത് ഇപ്പോൾ പൊതുവെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള PYQ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പൊതുവെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. 5-6 അല്ലെങ്കിൽ 4-5 ആ ഒരു റേഞ്ചിലാണ്. എന്തായാലും ഒരു 10-ൽ താഴെ ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ PSCക്കാണെങ്കിലും ടെറ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ. ഇനി ഇത് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാം കൂടി ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ചില ഏരിയാസ് മാത്രമേ നമുക്ക് PSCക്ക് വരുള്ളൂ. അപ്പൊ അതിൽ വരാന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് ഒരുപാട് കഥകൾ പഠിക്കാറുണ്ടാകും, കവിതകൾ പഠിക്കാറുണ്ടാവും. അപ്പം ഇതിന്റെ ഓതേഴ്സിനാണ് നമുക്ക് കാര്യമായിട്ട് വരിക. അപ്പൊ അതിന്റെ ഓതേഴ്സ് വരും. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പം നവാൽ മെഹ്നി, അതുപോലെ തന്നെ ഇപ്പൊ എടശ്ശേരി ഒക്കെ ഇപ്പം ഒരു കവിത എഴുതിയ ഒരു കവിത ഉണ്ട് 10th എടശ്ശേരിന്റെ കവിത ഒക്കെ. അപ്പം അതുപോലുള്ള ആളുകൾ, അഹമ്മദ് ഷൗക്കി, അങ്ങനെ ഓതേഴ്സിന്റെ ഇത് വരും. ഇപ്പൊ പോയിറ്റ്സ്, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളുകള്, അവരൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ചില പാഠങ്ങൾ വരും. അതായത് ചില പാഠങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം സാധാ കുട്ടികൾക്ക് കഥ, കവിത ആണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പക്ഷെ അതിലുപരി ചില പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ള പാഠങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം തവക്കുൽ കർമാൻ പൊതുവെ ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പൊ തവക്കുൽ കർമാൻ ഇപ്പം നോബൽ ജേതാവാണ്. അപ്പം അവരെ കുറിച്ചിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം APJ, അതുപോലെ മുഹീദ്ദീൻ ആലുവായി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ട് അങ്ങനെ പാഠത്തിന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ചില വരികൾ വരാറുണ്ട്. ഇപ്പം ചില കവിതകളുടെ വരികൾ ചോദിച്ചിട്ട് ഏത് കവിതയാണ്, അല്ലെങ്കിൽ ചില കവിതയുടെ ആശയങ്ങൾ ചോദിച്ചിട്ട് ഏത് കവിതയുടേതാണ്, അല്ലെങ്കിൽ ഈ ഒരു കവിതയുടെ ആശയം എന്താണ്, അത്തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അല്ലാതെ തന്നെ ഇപ്പം ചില വരികൾ പാഠമായിരിക്കൂല, അതായത് കവിത ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളതൊന്നും ആവൂല. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ആ ഒരു പാഠം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചെറുതായിട്ട് അടിയിലൊക്കെ കൊടുത്ത വരികളായിരിക്കും. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന വരികളായിരിക്കും. തീരെ ഒരു നമ്മൾ കാരണം പാടെല്ലാരും പ്രത്യേകിച്ച് അതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കൂല. പക്ഷെ അതിനും ചോദ്യം വരാറുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ഈ വർഷം. പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പം 1, 3, 5, അതുപോലെ 7, 9 ഈ ക്ലാസ്സുകളിലൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. ബാക്കിയെല്ലാം പഴയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യങ്ങളാണ് ഞാനിത് അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെ വരുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്കറിയില്ല ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ഇടാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഒരു ഇമ്പോർട്ടന്റ് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യല്ലേ? നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നവാൽ മെഹ്നി ഷായിറ ഡാഷ് സൗദിയ, യമനിയ, കുവൈത്തിയ, മിസ്രിയ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം മിസ്രിയാണ്. ഓക്കെ. ഇപ്പൊ നവാൽ മെഹ്നി പൊതുവെ നവാൽ മെഹ്നി ചോദ്യം വരാറുള്ളതാണ്. അവര് എഴുതിയ കവിതകൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പം മിസ്രി ആയിട്ടുള്ള കവിയത്രിയാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം. ഷായിറ അറബിയ മിസ്രിയ തുറഫു ബി ഷായിറത്തിൽ വാദി. മിയാർ അഹമ്മദ്, ഹാജർ ഉമർ, നവാൽ മെഹ്നി, ഷേമ മുഹമ്മദ് ഹസൻ. ഷായിറത്തിൽ വാദ്യാണ് കേട്ടോ. ഷായിറത്തിൽ വാദ്യം എന്ന് പറയപ്പെടുന്നത് ആരാ? പക്ഷെ എന്ത് ചെയ്യാണോ? ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് അല്ലെ, നവാൽ മെഹ്നി. നവാൽ മെഹ്നി അറിയപ്പെടുന്ന പേരാണ് ഷായിറത്തുൽ വാദി. ഓക്കെ, നവാൽ മെഹ്നിയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നവാൽ മെഹ്നിയെ കുറിച്ച് പൊതുവെ വരുന്ന ചോദ്യങ്ങളാണ് അവരുടെ ജിൻസിയത്ത് ചോദിക്കും. അത് നമ്മൾ പറഞ്ഞു മിസ്രിയാണ്. അതുപോലെ തന്നെ അവർ അറിയപ്പെടുന്ന പേരാണ് ഷായിർ അൽ വാദി. പിന്നെ വേറെ ചോദ്യം വരാറുണ്ട്, അതായത് അവരുടെ ഒരു കൃതി ചോദിക്കാറുണ്ട്, ദാത്തുമുറ. അത് പൊതുവെ ചോദിക്കാറുള്ളതാണ്. ദാത്തുമുറ എന്നുള്ള ഒരു വർക്ക് ഉണ്ട്, അതും ചിലപ്പം ചോദിക്കാറുണ്ട്. അത് നോട്ട് ചെയ്യാട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തവക്കുൽ അബ്ദുസലാം കർമാൻ ജിൻസിയത്തുഹ സൗദിയ, ഫിലസ്തീനിയ, മിസ്രിയ, യമാനിയ.
തവക്കുൽ അബ്ദുസലാം കർമാൻ ജിൻസിയത്തുഹ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. യമാനിയാണ്. യമാനിയത്തുൽ ജിൻസിയാണ് ആര്? തവക്കുൽ അബ്ദുസലാം കർമാൻ യമാനിയാണ്. ഓക്കെ. അപ്പൊ തവക്കുൽ അബ്ദുസലാം കർമാനെ കുറിച്ച് പൊതുവെ ചോദ്യങ്ങൾ വരാറുണ്ട്. അത് 8ാം ക്ലാസ്സിലുള്ള ഒരു പാഠാണ്. ജായിസത്ത് നോബൽ എന്ന് പറഞ്ഞ പാഠാണ്. ഞാൻ പാഠം പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ ഇനിയിപ്പോ സമയം വല്ലാതെ ഇല്ലല്ലോ, അപ്പൊ ഉള്ളത് ഒരു സ്പെസിഫിക് വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ 8ാം ക്ലാസ്സിലുള്ള ഒരു പാഠാണ് തവക്കുൽ അബ്ദുസലാം കർമാന്റെ ജായിസത്ത് നോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം. അവരെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ക്ലാസ് എടുത്തതാണ് ഇതിനു മുന്നേ. ഇനിയിപ്പോ നമുക്ക് അത്ര ടൈം ഇല്ലല്ലോ. അപ്പം അവർ യമാനിയത്തുൽ ജിൻസിയാണ്. ഇനി അടുത്ത ചോദ്യം, الكاتبة الصحفية العربية التي كتبت عديدا عن حقوق المرأة في اليمن نالت جائزة نوبل للسلام سنة 2011. 2011 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തി കാത്തിബ. ഒരുപാട് എന്താണ് യമനിലെ ഒരുപാട് സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ജേർണലിസ്റ്റും കൂടെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ പറയാം. സമയമില്ലാത്തതുകൊണ്ടാട്ടോ കുറച്ച് സ്പീഡിൽ പോകുന്നത്. തവക്കുൽ കർമാനാണ്. ഓക്കെ, അപ്പൊ 2011 തവക്കുൽ കർമാന് ജായിസത്ത് നോബൽ ലഭിച്ചത്. യമാനിയത്തുൽ ജിൻസിയാണ്, അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ആലിമുൻ കബീറുൻ അറബിയുൻ ഫി തിബ്ബ് യുറഫു ബിഅബി തിബ്ബിൽ ഹദീസ്. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. അബി തിബ്ബിൽ ഹദീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇബ്നു സീന, ഇബ്നുൽ ഹൈത്തം, അൽ ഫാറാബി, അൽ ഖവാറിസ്മി. ഓ, മുമ്പത്തെ ആൻസർ ആണല്ലേ കാണുന്നത്. അതെനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചെന്താ അങ്ങനെ. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആലിമുൻ കബീറുൻ അറബിയൻ ഫി തിബ്ബ് യൂറഫു ബിഅബി തിബ്ബിൽ ഹദീസ് എന്ന് പറയുന്നത് ഇബ്നു സീന ആണ്. ഓക്കെ, ഇബ്നു സീന. ഇബ്നു സീനയെ കുറിച്ച് പൊതുവെ ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം 6ാം ക്ലാസ്സിലും ഇബ്നു സീനയെ കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്. അതുപോലെ തന്നെ +1 ടെക്സ്റ്റ് ബുക്കിൽ എന്താ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇബ്നു സീനയുടെ പാഠായിട്ട് തന്നെ ഉണ്ട്. ഇബ്നു സീനയെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അബ്ബാസി പീരീഡിലെ ഫിലോസഫേഴ്സ് അങ്ങനെയും പോവാം. പക്ഷെ അല്ലാതെ തന്നെ എന്താണ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അടുത്തത്, ആലിമുൻ അറബിയുൻ ഫി റിയാദിയാത്തി വൽ ബസ്വരിയാത്ത്. റിയാദിയാത്തിലും ബസ്വരിയാത്തിലുള്ള ആലിം. ഇതൊക്കെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമാണ് കേട്ടോ. ഇബ്നുൽ ഹൈത്തം, ഖവാറിസ്മി, ഇബ്നു സീന, ഇബ്നു റുഷ്ദ്. ഓക്കെ, ഇബ്നുൽ ഹൈത്തം ആണ്. ഓക്കെ, ആലിമുൻ അറബിയൻ ഫി റിയാദിയാത്ത് വൽ ബസ്വരിയാത്ത് എന്ന് പറയുന്നത് ഇബ്നുൽ ഹൈത്തം ആണ് കേട്ടോ. ഇബ്നുൽ ഹൈത്തം. ഇത് നമുക്കറിയുന്ന ചോദ്യമാണ്. അൽ യൗമുൽ ആലമി ലിൽ ലുഗൽ അറബിയ്യ യഹ്തഫിലു ഫി ഡാഷ് ഡിസംബർ ഫി കുല്ലി സന. ഇതെല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്, കാരണം എല്ലാവരും അറബിക് സ്റ്റുഡൻസ് ആണ്. ഉൾപ്പെടുത്തിയതാണ്. പൊതുവെ അറബിയെ കുറിച്ചിട്ടുള്ള അറബി ഭാഷയെ കുറിച്ചിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ പല ക്ലാസ്സുകളിലുണ്ട്. കവിതകളാവട്ടെ, അതുപോലെ ബയാനാവട്ടെ, എല്ലാം ഉണ്ട് അറബി. അപ്പൊ അറബിക് ഭാഷയെ കുറിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. യൗമുൽ ആലമി ലിൽ ലുഗൽ അറബിയ്യ യഹ്തഫിലു ഫി ഡാഷ് നമുക്കറിയുന്നതാണ്, സമയം കളയുന്നില്ല. ഡിസംബർ 18. അൽ ലുഗൽ അറബിയ്യ ലഹ ഇസ്മുൻ ഖാസുൻ വഹുവ. അതാണ് ലോകത്ത് യുവാനോ, ലോകത്ത് ലോദ്, ലോകത്തിൽ അദബ്, ടെക്നോളജിയ. ലോകത്ത് ലോദ് ആണ് അല്ലെ, ലോകത്ത് ലോദ്. ഓക്കെ, അടുത്തത്
ഇഖ്തർ അത്തർജമ അസ്വഹീഹ ഇഷാറത്തുൽ മുറൂർ. ഇഷാറത്തുൽ മുറൂർ എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ: സൈൻ ബോർഡ്, ട്രാഫിക് ഐലൻഡ്, ട്രാഫിക് റൂൾസ്, ട്രാഫിക് സിഗ്നൽ. ഇഷാറത്തുൽ മുറൂർ എന്ന് പറയുമ്പോ എന്താണ്? ഓക്കെ, ട്രാഫിക് സിഗ്നൽ ആണ് അല്ലെ, ട്രാഫിക് സിഗ്നൽ. ഓക്കെ, അപ്പൊ ഈ ട്രാഫിക് നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള പാഠങ്ങളുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പം പുതിയ പുതിയ ടെക്സ്റ്റ് ബുക്കിലും അതുണ്ട്. അപ്പൊ എന്താണ്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. ഇനി മാത താനി ഹാദിൽ ഇഷാറ. മാത താനി ഹാദിൽ ഇഷാറ: മംനൂഉൽ വുഖൂഫ്, മംനൂഉൽ മുഷാത്ത്, അബ്റുൽ മുഷാത്ത്, മദ്രസ. മാ താനി ഹാദിൽ ഇഷാറ. ഓക്കെ, മംനൂ എന്നത് മംനൂ അല്ല മഅ്ബറുൽ മുഷാത്ത് ആണ്. ഓക്കെ, മഅ്ബറുൽ മുഷാത്ത്. ഓക്കെ, മഅ്ബറുൽ മുഷാത്ത്. അടുത്ത ചോദ്യം: ലാഹിൽ അസ്സൂറ വഖ്തർ അൽ ഇഷാറ അൽ മുനാസബ. സിക്കത്തുൻ ഹദീദിയ, തഹ്ദീദ് സുർഅ, മംനൂഉൽ വുഖൂഫ്, യഹ്ദർ. ഓക്കെ, ഇഹ്ദർ ആണല്ലേ, ഇഹ്ദർ. അതാണ് ഈ ഒരു ഇഷാറ സൂചിപ്പിക്കുന്നത്, ഇഹ്ദർ. ഓക്കെ, അടുത്ത ചോദ്യം: സൗജത്തുൽ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയുടെ പേര്: സൈനബ് ബിൻത് മർവാൻ, അസ്മാ ബിൻത് അബ്ദുൽ മലിക്, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, ഫാത്തിമ ബിൻത് യസീദ്. ഓക്കെ, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ആണ്. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അപ്പം ഈ ഒരു കഥ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കഥ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് 6ാം ക്ലാസ്സില്. അതിൽ പറയുന്നുണ്ട് ഈ ഭാര്യയുടെ പേരും അദ്ദേഹത്തിന്റെ ജീവിത ശൈലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതം ജീവിച്ച ആളാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു പാഠഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം അതിന് വന്നിട്ടുള്ള ചോദ്യമാണിത്. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. അടുത്ത ചോദ്യം: من هو صاحب هذه الأبيات التالية عن مهاتما غاندhi؟ سلام حالب الشات، سلام عازل البرد، أخوكم في المقاسات، وعرق الموقف في النقد. ഇത് ആരെഴുതിയ കവിതയാണ്? ഇത് 6ാം ക്ലാസ്സിലുള്ള ഒരു കവിതയാണ് കേട്ടോ. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ കവിതയാണ്. ഔസിൽ ബുർദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. ഇത് എഴുതിയത് ആരാണ്? ഖലീൽ മിത്രാൻ, ഹാഫിൽ ഇബ്രാഹിം, അബു മാലി, അഹമ്മദ് ഷൗഖി. ഓക്കെ, ഇത് അഹമ്മദ് ഷൗക്കയുടെ വരികളാണ്. ഓക്കെ, അഹമ്മദ് ഷൗക്കയുടെ വരികളാണ്. ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ കവിതയാണ് കേട്ടോ. ഔസിൽ ബുർദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ്. ഇത് ചോദ്യം വരാറുണ്ട്. ഇനി ഇതേ കവിത തന്നെ വേറെ രീതിയിൽ ചോദിച്ചതാണ് ഇത്. കണ്ടോ, ഇതിൽ ഒരു വരി കൊടുത്തിട്ട് ഇതെന്താണ് അഹമ്മദ് ഷൗക്ക് ഇതിൽ ആരെ കുറിച്ചിട്ടാണ് ആരെയാണ് ഇതിൽ വസ്ഫ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോ പറഞ്ഞു മഹാത്മാഗാന്ധി. ഓക്കെ, ഔസിൽ ബുർദ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത 6ാം ക്ലാസ്സിലെ കവിതയാണ് കേട്ടോ. മഹാത്മാഗാന്ധിയാണ് അതിൽ വസ്ഫ് ചെയ്യുന്നത്. ഔസിൽ ബുർദ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത അഹമ്മദ് ഷൗക്കിയാണ് എഴുതിയത്. അടുത്ത ചോദ്യം: അവൽ സ്വഹീഫ അറബിയ നഷറഹ മുഹമ്മദ് അലി പാഷ. അത്തൻബീഹ്, അൽ മുർഷിദ്, അൽ വഖായുൽ മിസ്രിയ, അൽ അഹ്റാം. മുഹമ്മദ് അലി പാഷ സ്ഥാപിച്ച ആദ്യത്തെ പത്രം, പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പത്രം. ഓക്കെ, നമുക്കറിയാം അൽ വഖായുൽ മിസ്രിയാണ്. അൽ വഖായുൽ മിസ്രിയാണ്. ഇത് അദ്ദേഹം നഷർ ചെയ്തത് കാഹിറയിൽ നിന്നിട്ടാണ് 1828. ഓക്കെ,
1828 കാഹിറയിൽ നിന്നിട്ടാണ് അദ്ദേഹം ഇത് നഷർ ചെയ്തത്. അപ്പൊ ഈ ഒരു പത്രത്തെ കുറിച്ചിട്ട് ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ചെറിയ നമുക്ക് ശ്രദ്ധിക്കുക, ചെറിയ താഴത്ത് ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് കൊടുത്തതല്ല, ജസ്റ്റ് ഒരു പാഠത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ ജസ്റ്റ് കൊടുത്തതാണ്, ഇങ്ങനെ 2 വരി മാത്രം. അതിലുള്ള പോയിന്റ് ആണ് എന്താണ് ഇത് കാഹിറയിൽ നിന്നിട്ടാണ് പബ്ലിഷ് ചെയ്തത് 1828 എന്നുള്ളത്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. അപ്പം മുഹമ്മദ് അലി പാഷ നഷർ ചെയ്തിട്ടുള്ള പത്രാണ്, ആദ്യത്തെ പത്രാണ് അൽ വക്കായുൽ മിസ്രിയ. അത് കാഹിറയിൽ നിന്നിട്ട് 1828 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, നോട്ട് ചെയ്യണേ. അടുത്ത ചോദ്യം, അൽ ഉംല അർ റസ്മിയ ഫി സഊദിയ. റിയാല്, ദിർഹം, ജുനൈദ്, ദീനാർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം റിയാലാണ് അല്ലെ, സൗദിന്റേത് റിയാലാണ്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഒരു ക്വസ്റ്റ്യനെ. പക്ഷെ ഇപ്പൊ പുതിയ വന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഉംലാത്തുകൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതായത് 7th ടെക്സ്റ്റ് ബുക്കിൽ ഓരോ രാജ്യങ്ങളും അതിന്റെ ഉംലാത്തുകളും കുട്ടികൾക്ക് മാച്ച് ചെയ്യാനുള്ള ഒരു വർക്ക്, ഒരു പാഠത്തിലെ വർക്കായിട്ട് കൊടുത്തതാണ്. അപ്പം നമുക്ക് എന്താണ് അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലേക്ക് ഇട്ടത്. അപ്പൊ ഇതിന്റെ മുന്നേ വന്ന ചോദ്യമാണ്. അപ്പൊ ഓരോ രാജ്യങ്ങളും അവിടുത്തെ ഉംലാത്തുകളും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം, അൽ ഉംലൽ മുസ്തഖ്ദിമ ഫിൽ ഇമാറാത്ത്. ഇമാറാത്തിലെ ഉംലത്ത്. ദീനാർ, റിയാല്, ദിർഹം, ഡോളർ. ഓക്കെ, ദിർഹമാണ് അല്ലെ, ദിർഹം. ഇമാറാത്തിലെ ദിർഹമാണ്. ഓക്കെ, ഇനി ആസിമത്തു ലിബിയ. ഇത് ഞാനിങ്ങനെ ഉമലാത്ത് പറഞ്ഞപ്പം കൂടെ ആസിമത്തിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയതാണ്. ലിബിയയുടെ ആസിമത്ത് റബാത്ത്, സ്വൻആ, ഖർത്തൂം, തൊറാബ്ലസ്. എന്താണ് ആസിമത്ത് ലിബിയ? ഓക്കെ, തൊറാബ്ലസ് ആണ് കേട്ടോ, തൊറാബ്ലസ്. ട്രിപ്പോളി ആണ് ലിബിയയുടേത്, തൊറാബ്ലസ്. ടീച്ചറെ, ആ ടീച്ചർ ഒന്ന് വാട്സപ്പ് നോക്കണേ. ഓക്കെ, ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ആസിമത്ത് സുരിയ. സിറിയയുടെ തലസ്ഥാനം. ആസിമത്ത്, സിറിയയുടെ തലസ്ഥാനം ഏതാണ്? ആസിമത്തു സുറിയ, സിറിയയുടെ തലസ്ഥാനം ദിമഷ്ക് അല്ലെ, ഡമസ്കസ് ആണ് സിറിയയുടെ തലസ്ഥാനം. ഇനി സുമ്യ അബുൽ കലാം ആസാദ് ബി ഇംറാത്തൂർ തഅലീം മൻ സമ്മാഹു ബിഹാദൽ ലഖബ്. അതായത് അബുൽ കലാം ആസാദിനെ ഇംറാത്തൂർ തഅലീം എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം അദ്ദേഹം എന്താണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. അപ്പം അദ്ദേഹത്തെ ഇംറാത്തൂർ തഅലീം എന്ന് വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന മുഹമ്മദ് അലി, അംബേദ്കർ. അബുൽ കലാം ആസാദിനെ ഇംറാത്തൂർ തഅലീം എന്ന് വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന മുഹമ്മദ് അലി, അംബേദ്കർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്, മഹാത്മാഗാന്ധി. ഓക്കെ, മഹാത്മാഗാന്ധിയാണ് ഇംറാത്തൂർ തഅലീം എന്ന അബുൽ കലാം ആസാദിനെ വിളിച്ചത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം,
ഇക്തശിഫ് റിസാലത്ത് മന്ദൂമത്ത് ഫതാത്തുൽ അസ്ർ മിനൽ ആത്തിയ. ഫതാത്തുൽ അസ്ർ അത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് ഫതാത്തുൽ അസ്ർ. മുഹമ്മദ് അദ്ദബൽ ആണ് ആ ഒരു കവിത എഴുതിയത്. മുഹമ്മദ് അദ്ദബൽ കേട്ടോ, അദ്ദേഹം സൗദിയാണ്. അപ്പൊ മുഹമ്മദ് അദ്ദബൽ എഴുതിയിട്ടുള്ള കവിതയാണ് ഫതാത്തുൽ അസ്ർ. അപ്പൊ ഈ ഒരു ഫതാത്തുൽ അസ്റിലെ അതിന്റെ റിസാലത്ത് കണ്ടെത്താനാണ്, അതിന്റെ ഒരു സന്ദേശം, അതായത് ആ ഒരു പാട്ടിലെ മെസ്സേജ് ഇതിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ സ്കൂൾ പഠിപ്പിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ഇങ്ങനെ അതിലുള്ള ഓരോ ആശയങ്ങൾ ഉണ്ടാവും സൈഡിൽ കൊടുത്തിട്ട് അത് ഓർഡർ ആക്കാനുള്ള ഒരു വർക്ക് ഉണ്ടാവും കുട്ടികൾക്ക്. ഇങ്ങനെ അതിൽ ആശയങ്ങൾ ഇങ്ങനെ ഡിസോർഡർ ആയി കൊടുത്തിട്ട് അത് ഓർഡർ ആക്കാനുള്ള ഒരു വർക്ക് ഉണ്ടാവും, ഓരോ വരി റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ അതിന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ഡയറക്റ്റ് അതിന് നേരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പം അതെന്താണ്, അപ്പൊ നമ്മൾ ഓരോ കവിതകൾ വായിക്കുമ്പോൾ അതിന്റെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ നേരെ അതിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫതാത്തുൽ അസ്ർ എന്ന് പറഞ്ഞിട്ടുള്ള മൻദൂമയുടെ റിസാലത്ത് കണ്ടെത്താനാണ്. മുആമലത്തുൽ ഫത മഅന്നാസ്. ഓപ്ഷൻ ബി അൽ മഖ്ലൂഖാത്ത് കുല്ലുഹാ മിൻ സനാഇഹി റബ്ബിൽ ആലമീൻ. ഓപ്ഷൻ സി അർ റജുലുൽ കരീം ഇക്റം മൻ മഅഹു ഇക്റമു മൻ മഅഹു. ഓപ്ഷൻ ഡി അല്ലിമുൽ ബനാത ദുറൂസുൽ അമാന വ ഹുസ്നുൽ ഖുൽഖ്. എന്താണ് ഏതാ വരിക? അതായത് ഓപ്ഷൻ എന്റെ അർത്ഥം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുആമലത്തുൽ ഫത മഅന്നാസ്, അതായത് എന്താണ് ഫതക്ക് എന്താണ് ജനങ്ങളോട് ഉള്ള പെരുമാറ്റം, അതായത് ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റത്തെ കുറിച്ചിട്ട്. ഓപ്ഷൻ ബി എന്താണ് അൽ മഖ്ലൂഖാത്ത് കുല്ലുഹാ മിൻ സനാഇഹി റബ്ബിൽ ആലമീൻ, അതായത് എല്ലാ മഖ്ലൂഖാത്തും എന്താണ് അള്ളാഹിന്റെ സനായിൽ പെട്ടതാണ് എന്നുള്ളൊരു ആശയാണ്. പിന്നെ ഓപ്ഷൻ സി റജുൽ കരീം യക്റുമു മൻ മഅഹു, അതായത് നല്ലൊരു കരീമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണ് അവന്റെ കൂടെ ഉള്ളവരെയും അവൻ എന്താണ് ആദരിക്കും. ഓപ്ഷൻ ഡി എന്താണ് അലിമുൽ ബനാത്ത് ദുറൂസുൽ അമാന വ ഹുസ്നുൽ ഖുൽഖ്, അതായത് നിങ്ങൾ തന്നെ പെൺകുട്ടികൾക്ക് അമാനത്ത്, അതുപോലെ തന്നെ നല്ല വിശ്വസ്തത, അതുപോലെ തന്നെ നല്ല സ്വഭാവം, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഈ 4 ആശയങ്ങളാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തത്. അതിലേതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അതായത് എന്താണ് ഈ ഒരു ഫതാത്തുൽ അസ്ർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിലെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് പെൺകുട്ടികൾക്ക് എന്താണ് നല്ല എന്താണ് ഇപ്പം നല്ല സ്വഭാവം, സൽസ്വഭാവം, വിശ്വസ്തത, അതുപോലെ തന്നെ എന്താണ് നല്ല പെരുമാറ്റങ്ങള്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേതിൽ വരുന്ന ആശയങ്ങളാണ്, അതായത് എന്താണ് നല്ല ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തുക, അതുപോലെ തന്നെ നല്ലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഹ്കാമു ശരിയ ഒക്കെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടി ആവണം. അതുപോലെ തന്നെ എന്താണ് അവളുടെ ഭർത്താവെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ എന്താണ് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക. അപ്പം അവർക്ക് എന്താണ് അവർ നല്ല എന്താണ് അവർ നല്ല നജാഹിലും അതായത് ഒരുപാട് ഉന്നതിയിലും വിജയത്തിലൊക്കെ എത്തിപ്പെടും എന്നുള്ള ആശയമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിലെ ഒരു ഉമ്മ ആവാൻ പോകുന്ന ആളാണ്, നാളെ ഒരു ഉമ്മ ആവാൻ പോകുന്ന ആളാണ്. അപ്പൊ അവർക്ക് എന്താണ് അപ്പൊ അവളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം. അപ്പൊ അവള് നല്ല രീതിയിൽ വളർത്തുക എന്നൊക്കെ ഒരു ആശയമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ആൻസർ വരുന്നത്. അല്ലിമു അൽ ബനാത്ത ദുറൂസുൽ അമാന വ ഹുസ്നുൽ ഖുൽഖ്. ഓക്കെ, അടുത്ത ചോദ്യം അതും ഈ കവിതയിലെ ചോദ്യം തന്നെയാണ്. നെച്ചസേക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. അതിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. ഫതാത്തുൽ അസ്രി ഹയ്യൂഹ വലിൽ ഉല്യ അഇദ്ദൂഹ വസൂനു മിൻ അമാനതിഹ വബിൽ അഖ്ലാഖി റബ്ബൂഹ അദൻ ഉമ്മുൽ ലി അത്ഫാലി വറബ്ബത്തു ദാരി റാഇഹ. മാദാ യുരീദു ശാഇറു മിൻ ഹാദിഹിൽ അബയാത്ത്. ഈ വരികൾ നിന്നിട്ട് ഷായർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മുകളിൽ കൊടുത്തിട്ടുള്ള വരികളിൽ നിന്ന് എന്താണ് ഷായർ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ അൽ ബിന്തു സ്വാലിഹ തഖാഫുൽ അഹ്കാം. ഓപ്ഷൻ ബി തർബിയത്തുൽ ബനാത്തി അലൽ അഖ്ലാഖിൽ ഹസന. ഓപ്ഷൻ സി തഖൂദുഹ അൽ ഹസനാത്തു ഇലർ റഫ്അ. ഇതിങ്ങനെ കൊടുത്തിട്ട് പിന്നെ അതിൽ 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. HSA വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഓപ്ഷന് അതായത് നല്ലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അഹ്കാമൊക്കെ ഭയപ്പെടുന്നു. രണ്ടാമത്തത് തെർബിയത്തുൽ ബനാത്തി അനിൽ അഖ്ലാഖിൽ ഹസന, അതായത് പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക, അഖ്ലാഖുൽ ഹസനയോട് കൂടിയിട്ട് സൽസ്വഭാവത്തോട് കൂടിയിട്ട് വളർത്തുക. തഖൂദുൽ ഹസനാത്തു ഇല റഫ്അ, അതായത് എന്താണ് ഈ ഒരു ഹസനാത്ത് എന്ത് ചെയ്യുന്നത് വളരെ ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വരികളിൽ തന്നിട്ടുള്ള ആശയങ്ങളാണ് ഇതിൽ കണ്ടെത്താനുള്ളത്. മുകളിൽ കൊടുത്തിട്ടുള്ള വരികൾ.
ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ, അതായത് 2ഉം 3ഉം. തെർബിയത്തുൽ ബനാത്തി അൽ അഖ്ലാഖിൽ ഹസന അല്ലെ, നല്ല സൽസ്വഭാവത്തിൽ എന്ത് ചെയ്യുക, പെൺമക്കളെ ബനാത്തുകളെ വളർത്തുക, അതാണ് ഇവിടെ ഉള്ളത്. വസൂനു മിൻ അമാനത്തിഹ വബിൽ അഖ്ലാഖി റബ്ബൂഹ. കണ്ടോ? അടുത്തതോ തഖൂദുഹൽ ഹസനാത്തു ഇല റഫ, അതായത് എന്താണ്, ഈ ഒരു നല്ല ഹസനാത്ത് എന്തിലേക്കാകും, അത് വളരെ ഉന്നതിയിലേക്ക് എത്തും. എന്താ കണ്ടോ? ഫതാത്തുൽ അസ്രി ഹയ്യൂഹ വലിൽ ഉള്ളിയ അഴിത്തൂഹ. അപ്പൊ ആ 2 ആശയങ്ങളാണ് ഈ ഒരു കവിതയിൽ, ഈ ഒരു ഭാഗത്ത് വന്നത്. ഓക്കെ, ഇതും അതിലുള്ള ആശയം തന്നെയാണ്, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വരി ഇവിടെ കൊടുത്തിട്ടില്ല. അടുത്തതും ഈ ഒരു പാഠഭാഗത്ത്, ഈ ഒരു കവിതയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതേ വരികൾ തന്നെ കൊടുത്തിട്ട് ഇഖ്തർ അസ്വഹീഹ മിന തസ്രീഹാത്തിൽ ആത്തിയ, താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ശരിയായത് തിരഞ്ഞെടുക്കുക. അൽ ബിന്തു സ്വാലിഹ അസ്ദിഖു വൽ അമാന. ടൈപ്പിംഗ് മിസ്റ്റേക്കാ തോന്നുന്നുണ്ട്. അതായത് നല്ലൊരു പെൺകുട്ടി എന്ന് പറയുന്ന ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്, അവള് വളരെ സിദ്ദുക്കും അതുപോലെ തന്നെ വിശ്വസ്തതയൊക്കെ ഉള്ള, സത്യസന്ധതയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ സതക്കൂൻ ഉമ്മു സ്വാലിഹ മുസ്തഖബലൻ, ഭാവിയിൽ എന്താണ്, അവളൊരു സ്വാലിഹത്തായിട്ടുള്ള ഒരു ഉമ്മയായി തീരും. പിന്നെ ലാ തുക്രീം സൗജഹ ഫിൽ ഉസ്റ, അവൾ എന്ത് കുടുംബത്തിൽ അവളെ ഭർത്താവിനെ അവള് എന്താണ് ആദരിക്കൂല എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തിരഞ്ഞെടുക്കാനാണ്. ഇതാണ് കേട്ടോ ഓപ്ഷൻസ് വരിക. നമ്മുടെ HSN ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഡി ആണല്ലേ, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് എന്താണ്, അൽ ബിന്തു സ്വാലിഹ സിദ്ഖു, സ്വാദിക്കാണ്, അതുപോലെ തന്നെ അമാനത്തൊക്കെ കീപ്പ് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ സിദ്ഖൂന് ഉമ്മു സ്വാലിഹ മുസ്തഖബല്. ഓക്കെ, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാ തോന്നുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അടുത്ത ചോദ്യം, അന സഈറുൽ ജിസ്മ അലീമുൽ മൻസില ഖലഖനി അല്ലാഹു അബ്കം വഅഅമ വലകിന്നി അർസിമു വഉവല്ലിഫു മൻ അന? ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, അൽ ഖലം, അൽ മിസാഹ. ഞാൻ ചെറുതാണ്, അതുപോലെ എന്താണ് ഞാൻ എന്നെ എന്താണ്, ഞാൻ അബുക്കമും അതുപോലെ സംസാരിക്കാനും കാര്യം ഞാൻ ആഴമൊക്കെയായിട്ടാണ് എന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷെ എന്താണ്, എനിക്ക് വലിയ സ്ഥാനമുണ്ട്, പക്ഷെ ഞാൻ എന്താണ് രചിക്കും വരക്കൊക്കെ ചെയ്യും, ഞാൻ എഴുതും വരക്കൊക്കെ ചെയ്യും. ആരാണ് ഞാൻ? ഫേസ്ബുക്ക്, വാട്സപ്പ്, കലമ്, മിസാഹ. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് കലമാണ് അല്ലെ, അൽ കലം. ഇത് 8ാം ക്ലാസ്സിലെ ഒരു പാടുണ്ട്, അൽ കലമു യതഹദ്ദസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാടുണ്ട്. ആ പാഠത്തിൽ കൊടുത്തിട്ടുള്ള സെയിം വരിയാണിത്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കലമ് പറയുന്ന പോലുള്ള ഒരു പാടാണ്. അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള സെയിം വരി തന്നെയാണ്, നേരെ ഡയറക്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, തർജും ഇലൽ അറബിയ വിസ ആൻഡ് പാസ്പോർട്ട് التأشيرة ورخصة السفر المستندة وجواز السفر التأشيرة وجواز السفر الوثيقة ورخصة السفر. എന്താണ് കറക്റ്റ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത്തഇഷീറ വ ജവാസു സഫർ. അപ്പൊ ജവാസു സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്പോർട്ട് ആണ്. ജവാസു സഫർ പാസ്പോർട്ട്, ഇഷീറ എന്ന് പറഞ്ഞാൽ വിസ. അപ്പം ഇതില് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാഠത്തിൽ ഇങ്ങനെ ഉണ്ട് കുട്ടികൾക്ക്, അതായത് ഒരു പാസ്പോർട്ടിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഇതുണ്ട്. അതായത് ഒരു കുട്ടി എന്താണ് യാത്ര പോകുന്ന ഒരു ഇതുണ്ട്, അപ്പൊ അതിൽ ബോർഡിംഗ് പാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് വന്നപ്പോൾ ആഡ് ആക്കിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. التأشيرة وجواز السفر. ജവാസു സഫർ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, തഅ്ശീറ എന്ന് പറഞ്ഞാൽ വിസ. അടുത്ത ചോദ്യം, في أي سنة قررت الأمم المتحدة اللغة العربية لغة رسمية? ഏത് വർഷമാണ് UN അറബി ഭാഷയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചത്? 1973, 1885, 1873, 1975. ഏത് വർഷമാണ് അറബി ഭാഷയെ UN ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചത്?
ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1973. 1973 അറബി ഭാഷയെ ഒരു യുവ റസ്മിയായിട്ട് UN അംഗീകരിച്ചത്. ഇത് നോട്ട് ചെയ്യണം. 1973. 1973. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോട്ട് ചെയ്യണം. 1973 കേട്ടോ. നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്മിൽ ബിൽ അൻസർ യഖൂറു ഡാഷ് അൽ അസദ് അത്തൗർ അദ്ദിഅബ് അൽ ഔറാബ്. സിംഹം, കാള, അതുപോലെ തന്നെ ചെന്നായ, കാക്ക. അത് ഓരോ മൃഗങ്ങളുടെയും സൗണ്ടുകൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, ശബ്ദങ്ങള്. അതിന് അറബിയിൽ ഓരോ മൃഗങ്ങൾക്കും വ്യത്യാസമാണ്. അപ്പം ഓരോ മൃഗങ്ങളുടെ ഇപ്പം ഇതിൽ യഫൂറു എന്നുള്ളത് ഏതൊരു മൃഗത്തിനാണ് ഉപയോഗിക്കുക? അസദ്, തൗറ്, ദിഅബ്, ഉറാബ്. ഓരോ ശബ്ദത്തിന് അറബിയിൽ ഓരോ ടേമുകൾ ഉപയോഗിക്കും. അത് കുട്ടികൾക്ക് പാഠഭാഗത്ത് പഠിക്കാനുണ്ട്. അതിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. യഫൂർ സൗർ അല്ലെ, കാളയുടെ ശബ്ദത്തിനാണ് യഫൂറു എന്നാണ് അറബിയിൽ പറയാ. യഫൂറു, യഫൂർ സൗർ എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ അസദിന് എന്താ പറയാ? അസദ്, അസദിന്റെ ശബ്ദത്തിന്, സിംഹത്തിന്റെ ഒരു ഗർജനത്തിന് പറയുന്ന അറബിയിൽ പറയുന്ന പേരാണെന്ത്? എന്താ പറയാ? സഅറ എന്ന് പറയും. സഅറ യസ്അറു, യസ്അറുൽ അസദ് എന്നാണ് പറയാ. യസ്അറുൽ അസദ്. നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. യസ്അറുൽ അസദ്, യസ്അറുൽ അസദ് എന്നാണ് പറയാ. അപ്പൊ നമ്മുടെ സൗറിന്റെ നമ്മൾ പറഞ്ഞു എന്ന് കാണുന്നത് യഫൂറു, യഫൂറു സൗർ എന്നാണ് പറയാ. ഇനി ദിഅബിന്റേത്, അതായത് ചെന്നായിന്റെ ആ ഒരു ഓരി ഇടുന്ന ശബ്ദത്തിന് നമ്മൾ പറയാ അവ എന്നാണ്. അവ ദിഅബ് എന്നാണ് പറയാ. അവ, അവ ദിഅബു എന്നാണ് പറയാ. അവ, അവ. ഇനി ഉറാബിന്റെ ശബ്ദത്തിന് പറയാ നഅക്ക എന്നാണ്. നഅക്കൽ ഉറാബ് എന്നാണ് പറയാ. നഅക്കൽ ഉറാബ്. അസദ് ഇസ്അറുൽ അസദ് എന്ന് പറയാം. സൗറിനെ യഹൂറു സൗർ എന്ന് പറയും. ദിഅബിന്റേത് അവ ദിഅബു എന്ന് പറയും. ഉറാബിന്റേത് നഅക്കൽ ഉറാബ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ليست الأحلام ما ترى في المنام إنما الأحلام ما يزعج نومك. هذا قول ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇതാര് പറഞ്ഞതാണ്? ലൈസത്തിൽ അഹ്ലാമു മാ തറാ ഫിൽ മനാം ഇന്നമൽ അഹ്ലാം മാ യുസ്അജു നൗമക. അതായത് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീംസിനെ കുറിച്ച് പറഞ്ഞതാണ്. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ തറാ ഫിൽ മനാം, നമ്മൾ ലൈസത്തിൽ അഹ്ലാം മാ തറാ ഫിൽ മനാം, അതായത് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, പക്ഷെ എന്താണ് നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, ഓപ്ഷൻ ബി ആണ് അല്ലെ, APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം പറഞ്ഞതാണ് ലൈസത്തിൽ അഹ്ലാമു മാ തറാ ഫിൽ മനാം ഇന്നമൽ അഹ്ലാം മാ യുസ്അജു നൗമക. അപ്പൊ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠം 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇത് ഞാൻ ക്ലാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ പോയി നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പാഠമാണ് എന്ത്? APJ അബ്ദുൽ കലാമിന്റെ പാഠം. അതൊന്ന് വായിച്ചു നോക്കുക സമയം കിട്ടുകയാണെങ്കിൽ. അപ്പം അതിന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, മനി സഅീമുൽ ഹിന്ദി അല്ലദി യൻസബു ഇലൈഹി സീറത്തുഹു ദാത്തിയ അജ്നിഹത്തു നീറാൻ. അതായത് ആരുടേതാണ് ഈ ഒരു അജ്നിഹത്തു നീറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോബയോഗ്രഫി? വിങ്സ് ഓഫ് ഫയർ ആരുടേതാണ്? നമുക്കറിയാം അല്ലെ, APJ അബ്ദുൽ കലാമിന്റേതാണ് വിങ്സ് ഓഫ് ഫയർ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് അജ്നിഹത്തു നീറാൻ, അഗ്നിച്ചിറകുകൾ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ഇതാണ് നമ്മൾ മിസൈൽമാൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. സോറൂഖുൽ ഹിന്ദ് എന്നാണ് കേട്ടോ അറബിയിൽ മിസൈൽമാൻ എന്ന് പറയാ. സോറൂഖുൽ ഹിന്ദ്, അത് ആ പാഠത്തിലുണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോറൂഖുൽ ഹിന്ദ്, ഇന്ത്യയുടെ മിസൈൽമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിന് അറബിയിൽ പറയാം സോറൂഖ് എന്നാണ്. സോറൂഖുൽ ഹിന്ദ്, APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതാണ് അജ്നിഹത്തുൽ നീറാൻ. പിന്നെ അദ്ദേഹത്തിന്റെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നു. സോറൂഖുൽ ഹിന്ദ് എന്നാണ് മിസൈൽമാൻ അറബിയിൽ പറയാ. ഇനി അത് വരുമ്പോ
എന്താണ് കൺഫ്യൂഷൻ ആവണ്ട. അടുത്ത ചോദ്യം, ഇതും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സാഫിർ തജിദു ഔദൻ അമ്മൻ തുഫാരിഖഹു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബ് ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാലത് വബ വഇൻ ലം യജ്രി ലം യതിബ് യുശീറു الشاعر هنا عن السفر من الشاعر المعري البوصيري الشافعي الشوقي. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് ഈ ഒരു ഷായർ യാത്രയെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറയാണെന്ത്, സാഫിർ തെജിദു ഔലൻ അമ്മൻ തുഫാരിഖഹു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബ്. അത് അദ്ദേഹം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, യാത്ര ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബ്, നിങ്ങൾ എന്ത് ചെയ്യുക, തമ്പടിക്കുക. മൻസബ് പറഞ്ഞാൽ നമ്മൾ ടെൻറ്റ് കെട്ടി തമ്പടിക്കുന്നതിനാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തമ്പടിക്കണം. കാരണം ഈ തമ്പടിക്കുന്ന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു ആസ്വാദനമാണ്, ഒരു ലതീതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാലത് വബ വഇൻ ലം യജ്രി ലം യതിബ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ അദ്ദേഹം യാത്ര ചെയ്യണം, ആദ്യത്തെ വരിയിൽ പറയും യാത്ര ചെയ്യണം, എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, തമ്പടിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു, അതായത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ കെട്ടി നിൽക്കുന്ന വെള്ളം നശിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇൻ സാല തോബ, ഇനിയോ ഈ കെട്ടി നിൽക്കുന്ന വെള്ളം അത് ഒഴുകി കഴിഞ്ഞാൽ എന്താണ്, തോബ, അതെന്തായി, ശുദ്ധമായി. ഇല്ലം യജ്രി ലം യതിബ്, അതെന്ത് ചെയ്യാം, അത് ഇനി ഒഴുകിയിട്ടില്ലെങ്കിലോ അത് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യാത്രയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വരികളാണ്. ആരുടെ വരികളാണ്? മാരി, ബുസിരി, ഷാഫി, അഷൗഖി. ഓക്കെ, ഓപ്ഷൻ സി ഷാഫി, ഇമാം ഷാഫിയുടെ വരികളാണ് അല്ലെ. സാഫിർ തജിദു ഔലൻ അമ്മൻ തുഫാരിഖു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബി ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാലത് വബ വഇൻ ലം യജ്രി ലം യതിബ് എന്ന് പറഞ്ഞിട്ടുള്ള യാത്രയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള വരികളാണ്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള വരികളാണ്. ഇത് നമ്മളിതൊരു കവിതയാണെന്ന് വിചാരിക്കരുത്. അതിനെ ഞാൻ ഫസ്റ്റില് പറഞ്ഞിരുന്നു. അതായത് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയും കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ കവിത, രണ്ട് വരികളൊക്കെ ഉണ്ടാകും. അതിന് വന്നിട്ടുള്ള ചോദ്യമാണ്. അതായത് ഒരു പാഠമൊക്കെ കഴിഞ്ഞിട്ട് ആ പാഠത്തിന് ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു 4 വരി കൊടുത്തു, അങ്ങനെ ഇത് കൊടുത്തു, അദ്ദേഹത്തിന്റെ വരികളാണെന്ന് അത്രേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷെ PSCക്ക് ചോദ്യം വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നെവർ മൈൻഡ് ആക്കി വിടരുത്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ യാത്രയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വരികളാണ്, ഇമാം ഷാഫിയുടെ വരികളാണ്. ഇനി കിതാബുൽ ലിൽ ഇമാം ഷാഫി തഅലീഫുൻ ഫീ തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, ശിഅർ. ഇമാം ഷാഫിയുടെ കിതാബുൽ ഇത് ഏത് മേഖലയിലുള്ളതാണ്? തഫ്സീറിലുള്ള ഗ്രന്ഥാണോ, ഹദീസാണോ, ഫിഖ്ഹ് ആണോ, ശിഅർ ആണോ? ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഫിഖ്ഹിലെ ഗ്രന്ഥാണ് കിതാബുൽ ഇമാം ഷാഫിയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥാണ് കിതാബുൽ അത് ഫിഖ്ഹിലുള്ള ഗ്രന്ഥമാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം, അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം മാ ഹുവ മൻസിബുഹു. നമ്മൾ പറഞ്ഞു അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്നാണ് ചോദ്യം. റഈസുൽ ഹിന്ദ്, അൽ വസീറു തർബവി ലിൽ ഹിന്ദ്, സഈമുൽ ഹിന്ദ്, അൽ വസീറു തർബവി ലിൽ കേരള. ഏതാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണോ, പ്രസിഡന്റ് ആണോ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്, റഈസുൽ ഹിന്ദ് ആണ്. ഓക്കെ, അദ്ദേഹം എന്താണ്? പ്രസിഡന്റ് ആണ് അല്ലെ. ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ആര്? APJ അബ്ദുൽ കലാം. അപ്പൊ റഈസുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ളതാണ് റഈസുൽ ഹിന്ദിന്റെ അർത്ഥം. അപ്പം അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ സ്ഥാനം റഈസുൽ ഹിന്ദ് ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നോട്ട് ചെയ്യട്ടോ, അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം, അങ്ങനെയാണ് കൊടുത്തത്. ഓക്കെ, നമ്മള് ഇത് APJ അബ്ദുൽ കലാം ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അബുൽ കലാം ആസാദ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് വസീർ തർബവി ലിൽ ഹിന്ദ് ഒക്കെ കൊടുക്കും, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെന്നൊക്കെ കൊടുക്കും. ഇത് ശരിക്കും മനസ്സിലാക്കുക. അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ അത് APJ അബ്ദുൽ കലാം ആണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം റഈസുൽ ഹിന്ദ് ആണ്, അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കുക. അടുത്തത്
തർജമ ദാത്തിയ ലി റഈസിൽ ഹിന്ദി അസാബിർ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി. നമ്മളിപ്പോ പറഞ്ഞ APJ അബ്ദുൽ കലാം ആണ് അദ്ദേഹത്തിന്. നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അജ്നിയാത്തും മിനന്നാർ അല്ലെ, വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഈ സോറോപ്പൻ ഹിന്ദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇതാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ലക്കബാണ്. നോട്ട് ചെയ്യണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോറോപ്പൻ ഹിന്ദി. അടുത്ത ചോദ്യം, അലി അഹമ്മദ് ബാക്സീർ അൽ കിന്ദി കാത്തിബു മസ്റഹിയ ഷഅരിയ വലഹു മുഅല്ലഫ് വസ്ലാമ ഉലിദ ബി ഡാഷ്. ഹളറമൗത്ത്, ഹിജാസ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ. അലി അഹമ്മദ് ബാക്സീർ നമുക്കറിയാം, അദ്ദേഹം എന്താണ് മസ്റഹിയ, കാത്തിബു മസ്റഹിയാണ് അല്ലെ, നമുക്കറിയാം ഡ്രാമന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ് വ ഇസ്ലാമ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം. വ ഇസ്ലാമ അദ്ദേഹത്തിന്റെ ആണെന്നുള്ള ആ ഒരു പോയിന്റ് ഇതിന് മനസ്സിലാക്കട്ടെ. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ മോഡേൺ അറബിക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പാഠം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഹളറമൗത്ത്, ഹിജാസ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ. ഓക്കെ, വെരി ഗുഡ്. ഇന്തോനേഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്തോനേഷ്യ കേട്ടോ, ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, قال النبي صلى الله عليه وسلم اليد العليا خير من اليد داش الأدنى الوسطى متوسط السفلى. ഇത് ഒരു പാഠഭാഗത്തുള്ള ഒരു ഹദീസാണ്. ഓക്കെ, മുസ്ലിം പറഞ്ഞു അൽ യദുൽ ഉല്യ ഖൈറു മിൻ യദി ഡാഷ്, അതായത് യദുൽ ഉയർന്ന കൈ എന്താണ്, ഏതിനേക്കാൾ നല്ലതാണ് ഉയർന്ന കൈ എന്നുള്ളതാണ്. അതിൽ അതിനാണോ, ഉസ്താണോ, മുത്തവസ്സിത്താണോ, സുഫ്ലാണോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഇത് സുഫ്ലാണ് അല്ലെ. താഴ്ന്ന കൈനേക്കാളും നല്ലത് എന്താണ്? ഉയർന്ന കൈയാണെന്നുള്ളതാണ്. അത് ഈ ഒരു ഹദീസ് പറയുന്ന സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദാനധർമ്മത്തെ കുറിച്ച് പറയാണ്. അപ്പം നമ്മളിപ്പോ ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഒരാൾക്കൊരു സംഗതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്വതക്ക ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മുകളിലും അതുപോലെ വാങ്ങുന്ന ആള് കൈ താഴെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ ദാനധർമ്മം ചെയ്യണത്. അതായത് താഴ്ന്ന കൈനേക്കാൾ നല്ലത് മുകളിലുള്ള കൈയാണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്, വാങ്ങുന്നതിനേക്കാൾ നല്ലത് എന്താണ്? കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ഹദീസ്. ഓക്കെ, അൽ യദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൻ ഷാഇറിൽ മലയാളമി അല്ലദി യുറഫു ബി ഷാഇറിൽ ഖുവ്വ. ഷാഇറുൽ ഖുവ്വ എന്നറിയപ്പെടുന്ന മലയാളം കവി എല്ലാവർക്കും അറിയുന്നതാണ്. വൈലോപ്പള്ളി ശ്രീധര മേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുമാരനാശാൻ, സുകുമാർ കക്കാട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഷാഇറുൽ ഖുവ്വ എന്നറിയപ്പെടുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹം എഴുതിയൊരു കവിത കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നുണ്ട്, അതിനുശേഷം ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഷാഇറുൽ ഖുവ്വ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിച്ചു നോക്കണം, എന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വരുന്നത് HSCക്കാണ്, പക്ഷെ എന്താണ് UPന്റെയും LPന്റെ ഒക്കെ എക്സാമിനും വരാറുണ്ട്. അപ്പം എടശ്ശേരി ഗോവിന്ദൻ നായരാണ് അറിയപ്പെടുന്നത് ഷാഇറുൽ ഖുവ്വ എന്നുള്ള പേരിൽ. ഓക്കെ, ഇനി മറ്റൊന്ന്, സല്ലൽ ഇലാഹ് അല ഇബ്നു അബ്ദുല്ലാഹി ഖൽഖൻ ബിനസ്സില്ലാഹി കാന അലീമൻ. هذا مطلع قصيدة مشهورة في مدح النبي صلى الله عليه وسلم للشاعر أحمد شوقي, قاضي عمر البلنغوتي, حافظ إبراهيم, أنور شاه الكشميري. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സ്വല്ലല്ലാഹ് എന്ന് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്, ഖാദി ഉമർ ബലങ്കുത്തിന്റെ ആണ്. അപ്പൊ നിങ്ങളിത് എന്താണ് ഇപ്പം അതായത് ഇന്തോ അറബിക് അല്ലെങ്കിൽ കേരള ലിറ്ററേച്ചർ പഠിച്ച സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ ഉമർ ബലങ്കുത്തിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ടാവും, ഈ ഒരു സ്വല്ലല്ലാഹിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ PYQ അനാലിസിസിൽ ഇത് ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വരെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഖാദി ഉമർ ബലങ്കുത്തിയെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരു വരി കൊടുത്തിട്ടുണ്ട്,
ഈ ഒരു സല്ലല്ലാഹിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ചോദ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു വരിയും കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വരി നോട്ട് ചെയ്യുക, സല്ലല്ലാഹിന്റെ വരിയാണ് ഇത്, ഖാലി ഉമർ ബലങ്കുത്തിയുടെ വരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം സല്ലൽ ഇലാഹ് മിൻ മുഅല്ലഫാത്തി, ഈ പറഞ്ഞത് തന്നെയാണ്, ഖാലി ഉമർ അലി അൽ ബലങ്കുത്തിയുടേതാണ്. ഈ ഒരു സല്ലൽ ഇലാഹിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുന്നുണ്ടോ? ക്ലിയർ ആണ്, കാണുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പൊ സല്ലൽ ഇലാഹ് നമ്മൾ പറഞ്ഞു എന്താണ്, ഖാലി ഉമർ അലി അൽ ബലങ്കുത്തിയുടേതാണ് സല്ലൽ ഇലാഹ്. ഇനി അടുത്ത ചോദ്യം, ഷാഇറുൻ മലൈബാരിയുൻ മഷ്ഹൂറുൻ ഖാമ ബിതർജമത്തി ഖസീദത്തി യാ അല്ലാഹ് ലി കമല സുരയ്യ. കമല സുരയ്യയുടെ യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഖസീദ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മലയാളം കവി. ഓപ്ഷൻ എ ഡോക്ടർ മുഹിദ്ദീൻ ആലുവായ്, ഓപ്ഷൻ ബി മുഹിദ്ദീൻ ഇബ്നു അലി, ഓപ്ഷൻ സി ഹംസ അൽ മലൈബാരി, ഓപ്ഷൻ ഡി അംജദ് അൽ മലൈബാരി. കമല സുരയ്യയുടെ യാ അല്ലാഹ് ട്രാൻസ്ലേറ്റ് ചെയ്തത് മലയാളം കവി ആരാണ്? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ, മുഹിദ്ദീൻ ഇബ്നു അലി. മുഹിദ്ദീൻ ഇബ്നു അലിയാണ് കമല സുരയ്യയുടെ യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഖസീദ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിത ഇതേപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. അപ്പം ഇതില് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ബയോ കൊടുത്തതിലാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്. അതിലിങ്ങനെ കൊടുത്തതാണ്, ഇങ്ങനെ കമല സുരയ്യയുടെ യാ അല്ലാഹ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കവിയാണെന്നുള്ളത്. ഇദ്ദേഹം ജനിച്ചത് കുറ്റ്യാടിയാണ്. ഓക്കെ, കോഴിക്കോട് കുറ്റ്യാടിയിൽ. മൊയ്തുമലവി കുറ്റ്യാടി പറയലില്ലേ, കുറ്റ്യാടിയിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് മുഹിദ്ദീൻ ഇബ്നു അലി. അദ്ദേഹമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇനി ഇത് കേട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒക്കാന സി എച്ച് മുഹമ്മദ് കോയ ഖതീബൻ ഡാഷ്. ഖതീബൻ എന്നാണ്, മാഹിറൻ, മിസ്ഖാൻ, അലീമൻ, കബീറൻ. ഓക്കെ, ഇത് സി എച്ച് മുഹമ്മദ് കോയനെ കുറിച്ചിട്ടുള്ള ഒരു പാഠം കുട്ടികൾക്ക് ഇതേപോലെ പഠിക്കുന്നുണ്ട് 10ാം ക്ലാസ്സിൽ. അപ്പം ഇതിലെന്ന് പറയുമ്പോൾ ഈ ഒരു മിസ്കാൻ എന്നുള്ളത് കറക്റ്റ് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതിലുള്ള സെയിം വരിയാണ്. ഇങ്ങനെ സി എച്ച് മുഹമ്മദ് കോയ ഖതീബൻ മിസ്കാൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് നേരെ ഇങ്ങനെ വന്നതാണ്, ടെക്സ്റ്റ് ബുക്കിൽ നേരെ വന്നതാണ്. അപ്പം ഈ ഒരു ടേം തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്, മിസ്കാൻ എന്നുള്ളത്. അല്ലെ, ബലിയാണ് അദ്ദേഹം, ബലിയായിട്ടുള്ള ഒരു പ്രാസംഗികനാണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഡയറക്റ്റ് വന്നതാണ്. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യം, يا للعجب لو أعطى هذا الغني ذلك الفقير ما فضل عن حاجته من الطعام ما اشتكى واحد منهما سقما ولا ألما. هذا الاقتباس من قصة الغني والفقير مؤلفه مارون نقاش، جبران خليل جبران، المنفلوطي، طه حسين. ഇത് 10ാം ക്ലാസ്സിലുള്ള ഒരു കഥയാണ്. അൽ ഗനി വൽ ഫഖീർ എന്ന് പറഞ്ഞിട്ടുള്ള കഥ എന്നുള്ള ഒരു കോട്ടിംഗ് ആണ്. ഓക്കെ, അതിന്റെ ഓദർ ആരാണെന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ സി മൻഫലൂത്തിയുടെ കഥയാണ് അൽ ഗനി വൽ ഫഖീർ. ഈ ഗനി വൽ ഫഖീർ എന്നിട്ട് ജസ്റ്റ് അതിന്റെ ഒരു ആശയം പറഞ്ഞുതരാം. അതായത് ഈ ഒരു അതായത് ഒരു ദരിദ്രന്റെ ഒരു ധനികന്റെ ഒരു കഥയാണ്. അതായത് ഒരാള് ആദ്യം എന്താണ്, പക്ഷെ മൻഫലൂത്തി എന്നാണ് തോന്നുന്നത്. അതായത് ആദ്യം ഒരു ഫക്കീറിനെ കാണാണ്. അപ്പൊ ഈ ഫക്കീർ ഇങ്ങനെ ദരിദ്രൻ ഇങ്ങനെ വയറിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വേദന സഹിക്കുകയാണ്. അതായത് അദ്ദേഹം വിശപ്പുകൊണ്ട് വേദന സഹിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഭക്ഷണം കിട്ടുന്നില്ല അദ്ദേഹത്തിന്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു ഒണീയനെ കാണുന്നത്, ഒരു ധനികനെ കാണാണ്. അപ്പൊ അയാളും അതുപോലെ തന്നെ എന്താണ് വയറിന് ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണ്. പക്ഷെ അയാൾ കൈ വെച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വയറ് നിറഞ്ഞിട്ടാണ്, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്താണ് കൈവച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇദ്ദേഹം പറയാണെന്ത്, യാൽ അൽ അജബ് ലൗ അഅത ഹാദൽ ഗനി ദാലികൽ ഫഖീറ മാ ഫളലാൻ ഹാജതിഹി മിന തആം മഷ്തക വാഹിദു മിൻഹുമാ സഖമൻ വല അലമൻ. അദ്ദേഹം പറയാണ് എന്തൊരു അത്ഭുതം. അതായത് ഈ ഒരു അണി എന്താണ്, ഈ ഒരു ഫക്കീറിന്, ഈ ഒരു ധനികന്, ഈ ഒരു ദരിദ്രന് അദ്ദേഹത്തിന്റെ എന്താണ് ആവശ്യം കഴിഞ്ഞിട്ടുള്ള കുറച്ച് എന്താണ് ഈ ഒരു ദരിദ്രന് കൊടുത്തു കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ നിന്ന്, ഇപ്പൊ അദ്ദേഹം വയറ് നിറഞ്ഞു നിൽക്കുകയാണല്ലോ, ആ ഒരു ഭക്ഷണത്തിൽ നിന്ന് കുറച്ചൊന്ന് ഈ ഒരു ദരിദ്രന് കൊടുത്തു കഴിഞ്ഞാല് ഒരാൾക്ക് എന്താണ് രോഗം ഉണ്ടാവില്ല, ഒരാൾക്ക് വേദന ഉണ്ടാവില്ല. അതായത് ഇദ്ദേഹത്തിന് ധനികൻ എന്താണ് ഈ ഒരു
വയറ് നിറഞ്ഞിട്ടുള്ള ആ ഒരു രോഗം അതും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു ദരിദ്രൻ എന്താണ് വിശന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് പറയാണ് ആര് ഈ ഒരു കഥയിൽ ഒണി അൽ ഫക്കീർ എന്ന് പറഞ്ഞുള്ള ഒരു കഥയിൽ ലാസ്റ്റ് അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പൊ അത് എഴുതിയിട്ടുള്ളത് മൻഫലൂത്തിയാണ്. ഓക്കെ, പിന്നെ അതിന് വേറൊരു ചോദ്യം വന്നാണ് അല്ല ഒനി അൽ ഫക്കീർ ഖിസ്സത്തുൽ ഡാഷ്, അത് മുസ്തഫ ലത്തീഫ് മൻഫലൂത്ത് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഭാഗം വന്നത് അതിൽ കറക്റ്റ് ഒരു ഡയലോഗാണ് വന്നത്, അതൊരു ഭാഗം തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്യാം. ഇനി സ്റ്റിൽ ബൈനൽ അമൂദേ, ഇത് ഓരോ കവികൾ കൊടുത്തിട്ടുണ്ട്, ഒരു റൈറ്റേഴ്സ് കവി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ജമീൽ സുലൈഖി സഹാവി നമുക്കറിയാം കവിയാണ്. പിന്നെ അലി അഹമ്മദ് ബാക്സിറിനെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ മുഹമ്മദ് ബിൻ സാദ് അദ്ദബൽ നമ്മൾ പറഞ്ഞു ഫത്താത്തുൽ അസ്റിന്റെ കവിയാണ്, അത് എഴുതിയിട്ടുള്ള ആളാണ്. അവരും അവരുടെ ജിൻസിയത്താണ് ഇവിടെ നമ്മൾ എന്താണ് ചേരുമ്പടി ചേർക്കാനുള്ളത്. അത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ജമീൽ സിദ്ദിഖി അസ്സഹാവി എന്താണ് ഇറാഖിയാണ്, ഇറാഖി കവിയാണ്. ആര്? ജമീൽ സിദ്ദിഖി അസ്സഹാവി. അദ്ദേഹത്തിന്റെ ഒരു കവിത കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, ഇന്ന വരീബാനി ഹ ഉന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അലി അഹമ്മദ് ബാക്സിർ, അദ്ദേഹം ഇന്തോനേഷ്യക്കാരനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ മുഹമ്മദ് ബിൻ സാദ് അദ്ദബൽ, അദ്ദേഹം മംലക്ക അൽ അറബിയ സൗദിയ, അദ്ദേഹം സൗദിയാണ്. ഓക്കെ, മുഹമ്മദ് അദ്ദബൽ സൗദിയാണ്, അലി അഹമ്മദ് ബാക്സിർ ഇന്തോനേഷ്യക്കാരനാണ്, പിന്നെ ജമീൽ സിദ്ദിഖി അസ്സഹാവി ഇറാഖിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അൽ ഇസ്മുൽ കാമിൽ ലി ഇബ്നു സീന, ഇബ്നു സീനയുടെ മുഴുവൻ പേര്? സാബൂർ ബിൻ സഹൽ, അബൂബക്കർ മുഹമ്മദ് ബിൻ സക്കരിയ, അലി ബിൻ അബ്ബാസ്, അബു അലി അൽ ഹുസൈൻ ബിൻ അബ്ദുല്ല. ഓക്കെ, ഓപ്ഷൻ ഡി ആണല്ലേ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദുള്ള. ഓക്കെ, അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദുള്ള എന്നുള്ളതാണ് ഇബ്നു സീനയുടെ പൂർണ്ണനാമം. ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു 6ാം ക്ലാസ്സിൽ ചെറുതായിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ ഖവാറസ്മി, ഇബ്നു ഹൈസം, ഇബ്നു സീന അവരെ കുറിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള കുറച്ച് ഒരു 3-4 വരി പഠിക്കാനുണ്ട്. അതിന് പുറമെ ഇബ്നു സീനയെ കുറിച്ചിട്ട് കുട്ടികൾക്ക് +1 ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഖാനൂനി ഫി തിബ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് +1 ടെക്സ്റ്റ് ബുക്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചില ക്വസ്റ്റ്യൻസ് +1 ബുക്കൊന്നും വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഒരു ക്വസ്റ്റ്യൻ വന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പം അപ്പൊ +1 +2 ബുക്കൊക്കെ വായിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ ചോദ്യം, ഇഖ്തർ അൽ കലിമത്ത് സ്വഹീഹ മിനൽ ആത്തിയ ഹഉലാഇ മുറാഅത്ത് ദാവൂദ് ഉലൈക. ശരിയായ രീതിയിൽ എഴുതിയതാണ് ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഹഉലായി എന്ന് എഴുതൽ എങ്ങനെ? ഇത് നമുക്കിപ്പോ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് എത്ര അറിയുന്നവരാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഓപ്ഷൻ കാണുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് വരും, ഇങ്ങനെ തന്നെ ആണോ എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പം വരും. ചിലതെന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഹഉലായി എന്നുള്ളത് ശരിയായ രൂപത്തിൽ എഴുതാ ഇങ്ങനെയാണ്. മുറാഅത്ത് ഇതിന്റെ ശരിയായ രൂപം ഇതാണ്. ദാവൂദ് എന്നുള്ളതിന് കണ്ടോ ഒരു വാവേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പൊ ഇതെന്താണ് നമ്മൾ വിചാരിക്കും സാധാ ഗ്രാമറിനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഇത് +1 ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യമാണ്. കാരണം കൃത്യമായിട്ട് +1 ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ശരി തെറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ താഴെ, അതായത് തെറ്റിച്ചെഴുതിയ രീതി ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ ഹൗലായി ഒരു സൈഡിൽ ഇങ്ങനെ എഴുതിയത്, അതിന്റെ ശരിയായ രീതി ഇവിടെ എഴുതി. പിന്നെ അതുപോലെ തന്നെ ദാവൂദ്, ഉലായിക്ക, ഇതൊക്കെ അതിനുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് എന്താണ് LPക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LPന്റെ എക്സാമിന് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
പക്ഷെ ഇത് വന്നത് +1 ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അപ്പം +1 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കണം. അടുത്ത ചോദ്യം, തർജമ റിവായത്ത് ഷമ്മീൽ തഗഴി ഇലൽ അറബിയ. തഗഴിയുടെ ചെമ്മീന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുഹിദ്ദീൻ ആലുവാൽ, അൽ ഉസ്താദ് വീരാൻ മുഹിദ്ദീൻ, അബുസബ അഹമ്മദ് അലി, ഇഹ്തിഷാം അഹമ്മദ് നദ്വി. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമുക്കറിയാം മുഹിദ്ദീൻ ആലുവായി ആണ്. പൊതുവെ എല്ലാ പ്രാവശ്യവും ചോദ്യം വരുന്നതാണ് മുഹിദ്ദീൻ ആലുവായി. അപ്പം ഇദ്ദേഹമാണ് എന്താണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, അതായത് തകഴിയുടെ ചെമ്മീന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മുഹിദ്ദീൻ ആലുവായി ആണ്. മുഹിദ്ദീൻ ആലുവായിനെ കുറിച്ചിട്ട് എന്താണ് +2 ഒരു പാഠം തന്നെ ഉണ്ട്. ഒരു പാഠം കറക്റ്റ് അദ്ദേഹത്തെ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഠനം, അദ്ദേഹത്തിന്റെ വർക്കുകൾ, അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങള്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്, അദ്ദേഹം എന്താണ് ആ ഒരു PhDക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ മറ്റേ അസർ യൂണിവേഴ്സിറ്റി പോയത്, എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് +2 ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ PSCക്ക് പൊതുവെ വരാറുണ്ട്. അടുത്തത്, ഒന്മാൻ റിസാലത്ത് ദക്തൂറ മിൻ ജാമിയത്തുൽ അസ്ഹർ ലി മുഹിദ്ദീൻ ആലുവായി. മുഹിദ്ദീൻ ആലുവായി നമുക്കറിയാം ജാമിയത്തുൽ അസ്ഹർ എന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അതിന്റെ ഒരു ടൈറ്റിൽ എന്താണെന്നുള്ളതാണ്. അദ്ദേഹം കുറച്ച് ഇവിടെ ഒക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ മിസ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ജാമിയത്തുൽ അസ്ഹറിലാണ് പിന്നെ അദ്ദേഹം പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു PhDയുടെ ടോപ്പിക് അൽ അലാഖത്തുൽ ഹിന്ദിയ അൽ അറബിയ അബ്റൽ ഉസൂൽ. ഓപ്ഷൻ ബി അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറുഹ ഫി ശുബീൽ ഖാറത്തുൽ ഹിന്ദിയ. ഓപ്ഷൻ സി മുസാഹമത്തുൽ ഹിന്ദ് ഫി നഹ്ളത്തുൽ ഉലൂമുൽ ഇസ്ലാമിയ. ഓപ്ഷൻ ഡി ളുഹൂറു ദഅവത്തുൽ ഇസ്ലാമിയ ഫി ജസീറത്തുൽ അറബ്. ഓക്കെ, നമുക്കറിയാം ഓപ്ഷൻ ബി ആണല്ലേ, അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറുഹ ഫി ശുബീൽ ഖാറത്തുൽ ഹിന്ദിയ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, മനിൽ മുത്തർജിമിൽ മഷൂർ അല്ലദി തർജമ റിവായത്തുൽ മഷൂറ ഷമ്മിൻ ഇലൽ വൽ അറബിയ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ആക്കിയതാണ്. നമുക്കറിയാം മുഹിദ്ദീൻ ആലുവായി ആണ്. സ്കിപ്പ് ചെയ്യാം. അടുത്തത്, അൽ ആലിമുൽ മലൈബാരി അല്ലദി അമില മുദരിസൻ ബി കുല്ലിയത്തി റൗളത്തുൽ ഉലൂമിൽ അറബിയ ബി ഫാറൂഖ് സുമ്മ ഉയ്യിന മുദരിസൻ ഫി കുല്ലിയത്തി തിബ് ബി ജാമിയത്തുൽ അസ്ഹർ. അവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ് കിട്ടി അദ്ദേഹത്തെ കുറിച്ചിട്ട്. നമുക്കറിയാം മുഹിദ്ദീൻ ആലുവായി ആണ്. അപ്പൊ അദ്ദേഹം എന്താണ്, അദ്ദേഹം കുല്ലിയത്ത് റൗളത്തുൽ ഉലൂം അൽ അറബിയയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്താണ് അസ്ഹറിലെ ജാമിയത്തുൽ അസ്ഹറിലെ കുല്ലിയത്ത് തിബിലും അദ്ദേഹം മുദരിസ് ആയിട്ടുണ്ട്. അത് ആരാണെന്നാണ് ചോദ്യം വന്നത്. മുഹിദ്ദീൻ ആലുവായി ആണ്. അത് കേരള ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമൊക്കെ നമുക്ക് ഇതിനെ കണക്കാക്കാം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലും ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ആക്കിയത്. ഓക്കെ, ഇനി യുറഫു ഡാഷ് ബി ഷാഇരിൽ ഹുദ്ദിയ. ഷാഇറുൽ ഹുദ്ദിയ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈലിയ അബു മാലിക്, ഖലീൽ മിത്രാൻ, ഖലീൽ ജിബ്രാൻ, മഅറൂഫ് അർ-റസ്വാഫി. ഷാഇറുൽ ഹുദ്ദിയ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, മഅറൂഫ് അർ-റസ്വാഫി ആണ് ഷാഇറുൽ ഹുദ്ദിയ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇത് കവിത കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ആ ചോദ്യം അതുകൊണ്ടാണ് ഇവിടെ ആഡ് ആക്കിയത്. ഇനി മിൻ ഖസായിസിൽ ലുഅൽ അറബിയ, അൽ അറബി ഭാഷയുടെ പ്രത്യേകതയിൽപ്പെട്ടത് അൽ ഇഅറാബ്, അൽ ഹുറൂഫ്, അൽ മുതറാദിഫാത്ത്, അൽ ബലാ. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഓപ്ഷൻ എ അൽ ഇഅറാബ് ആണ് അറബി ഭാഷയുടെ പ്രത്യേകത. ഓക്കെ, അൽ ഇഅറാബ്. അടുത്ത ചോദ്യം, അൽ ഖൗലുൽ ഖസീർ അല്ലദി യജ്രി അലൽ അൽസിന വയസബ്ബിറു തജ്രിബ സാബിഖ. ഓപ്ഷൻ എ മസൽ, ഓപ്ഷൻ ബി ഖിസ്സ, ഓപ്ഷൻ സി അൽ ഹിക്കായ, ഓപ്ഷൻ ഡി അൽ ലഗസ്. അൽ ഖൗലുൽ ഖസീർ അല്ലദി യജ്രി അലൽ അൽസിന വയസബ്ബിറു തജ്രിബ സാബിഖ. നമ്മൾ പൊതുവെ പറയുന്ന ചെറിയ ചെറിയ കൗലുകൾ, ചെറിയ വാക്കുകൾ. ഇപ്പൊ നമ്മള് എന്താണ് അത് നമ്മള് ചെറിയ വാക്കുകളായി പറയൂലേ, പക്ഷെ എന്താണ് അത് ഒരു മുന്നുള്ള ഒരു അനുഭവത്തെ അത് ചിത്രീകരിക്കുന്നുണ്ടാവും. അതെന്താണ്? മത്തല്,
ഖിസ്സ, ഹിക്കായ, ലാസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, മസലാണ്. നമ്മളിപ്പം പഴമൊഴികൾ എന്നൊക്കെ പറയും, അപ്പം മസലാണ്. അപ്പം ഇവിടെ പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് ഇതേപോലെ ഒരു മസൽ പഠിക്കുന്നുണ്ട്. ഒരു മസലിന്റെ അതായത് നമുക്കറിയാം, ഒരു മസൽ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തെജരീബ് ഉണ്ടാവും. അപ്പം ആ ഒരു സ്റ്റോറി കുട്ടികൾക്ക് ഇവിടെ ഒരു മവാഇദ് ഉർഖൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസല് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. മവാഇദ് ഉർഖൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠാണ് അത്. എന്നിട്ട് ആ ഒരു പാഠത്തിന്റെ ആ ഒരു മസൽ മവാഇദ് ഉർഖൂബ് എന്നാണ് പിന്നെ പിന്നെ അത് ആളുകൾ പറഞ്ഞ ഒരു മസലായി മാറി. അപ്പം ആ ഒരു ഉപമ ആയി മാറാനുള്ള ഒരു കഥ ഉണ്ട്. ആ കഥയാണ് കുട്ടികൾക്ക് പ്ലസ് ടുവില് പഠിക്കാനുള്ളത്. അപ്പം ആ ഒരു കഥയില് അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ മസൽ എന്താണ്, അതുപോലെ തന്നെ അപ്പൊ ആ ഒരു മസൽ എന്താണെന്നുള്ള ഇങ്ങനെ ജസ്റ്റ് ഒരു പാരഗ്രാഫായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ഈ ഒരു കഥ, ഈ മവാഇദ് ഉർഖൂബ് എന്ന് പറഞ്ഞൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി അയാൾ ഇങ്ങനെ എപ്പോഴും കരാർ ലംഘിക്കും. ഒരു ഉർഖൂബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എപ്പോഴും ഒരു കരാർ ലംഘിച്ച ഒരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്നോട് കംപ്ലീറ്റ് പറയുന്നില്ല, ക്ലാസ് എടുത്തതാണത്. അപ്പം ആ ഒരു എന്താണ്, ആ ഒരു കരാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കരാർ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയല്ല ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉർഖൂബ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ആ ഒരു കഥയിൽ കംപ്ലീറ്റ് കരാർ ലംഘിക്കുന്ന ഒരു ഇതാണുള്ളത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് പിന്നെ അത് ഒരു പറച്ചിലായി മാറിയത് ഉർഖൂബിന്റെ കരാറ് പോലെ എന്നായി. അതാണ് മവാഇദ് ഉർഖൂബ്. അപ്പൊ അതൊരു മസലാണ്. ആ ഒരു മസല് അപ്പം അതാണ് മസല എന്താണെന്നുള്ള ഒരു ചോദ്യമാണ്. പിന്നെ അതിന് ശേഷം ആ ഒരു കഥയുടെ ശേഷം മസല എന്താണെന്നുള്ളത് ഇങ്ങനെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഖൗലുൽ ഖസീർ അല്ലദി യജ്രി അലൽ അൽസിന വയുസവ്വിറു തജ്രിബ സാബിഖ. ഓക്കെ, അടുത്ത ചോദ്യം, അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറാഇക്കും വൽ അദ്വു അമാമക്കും മനിൽ ഖാഇൽ. നമുക്ക് എല്ലാവരും കേട്ടതായിരിക്കും. ത്വാരിഖ് ഇബ്നു സിയാദ്, സിയാദ് ഇബ്നു അബീഹി, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ആരാണിത് പറഞ്ഞത്? ഇത് ആരെ പ്രസംഗത്തിൽ പെട്ടതാണിത്? ത്വാരിഖ് ഇബ്നു സിയാദ്, സിയാദ് ഇബ്നു അബി, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണല്ലേ, ത്വാരിഖ് ഇബ്നു സിയാദിന്റെതാണ്. ഓക്കെ, ഇത് നമ്മൾ പൊതുവെ ഇപ്പൊ നമ്മള് ഖുത്ബാക്കളെ പഠിക്കുന്ന സമയത്ത് ത്വാരിഖ് ഇബ്നു സിയാദും സിയാദ് ഇബ്നു അബീഹും ഇവരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ ഈ ഒരു പ്രസംഗവും അതിൽ പഠിച്ചിട്ടുണ്ടാവും. അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറാഇക്കും വൽ അദ്വു അമാമക്കും. പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഉൾപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്ലസ് ടുവിലെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഈ ഒരു പാടുണ്ട്. ഐനൽ മഫർ എന്നാണ് ആ ഒരു പാഠത്തിന്റെ പേര്. ഈ ഒരു പാഠത്തില് കറക്റ്റ് അതിലുള്ള സെയിം, അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണല്ലോ, അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണിത്. കാരണം അദ്ദേഹത്തിന് ത്വാരിഖ് ഇബ്നു സിയാദിന് ഉന്ദുലുസിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പോരാടാൻ പോയ സമയത്ത് എന്താണ്, വലിയ ജയ്ഷ്, അതായത് ഉന്ദുലുസിന്റെ ലദ്രീഖിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ നല്ല വലിയ സൈന്യമായിരുന്നു, വലിയൊരു ജയ്ഷും. ഇദ്ദേഹത്തിന്റെ പറഞ്ഞാൽ വളരെ 12,000 അടുത്തുള്ള ഒരു അത്ര ആളുകളെ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ കൂടെ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ ടീം എന്താണ്, പിൻവാങ്ങുന്ന ഉറപ്പായ സമയത്ത് ത്വാരിഖ് ഇബ്നു സിയാദ് എന്ത് ചെയ്തു, അവർ വന്നിട്ടുള്ള കപ്പൽ കത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പം ചോദിക്കാണ് അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറാഇക്കും വൽ അദ്വു അമാമക്കും. അതായത് എന്താണ്, നിങ്ങൾ എന്താണ് ജനങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഇനി എവിടെ നിങ്ങൾക്കൊരു അഭയകേന്ദ്രം ഇല്ല. അതായത് ബാക്കിൽ നിങ്ങൾക്ക് എന്താണ് കടലാണുള്ളത്, കാരണം രക്ഷപ്പെടാനുള്ള കപ്പൽ കത്തിച്ചു. മുന്നിൽ എന്താണ്, ശത്രുക്കളാണുള്ളത്. അപ്പം പോരാടല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവിടെ പോരാടി ഇവർ ജയിച്ചു. അങ്ങനെ ഉദ്ദുലസ് പിന്നെ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നെ അവിടെ ഉണ്ടായത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രസംഗം ഐനൽ മഫർ എന്നുള്ള ടൈറ്റിലുള്ള ഒരു പാഠം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതിലുള്ള പ്രസംഗം, ഈ ഒരു പ്രസംഗം, അദ്ദേഹത്തിന്റെ പ്രസംഗം അതിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കറക്റ്റ് അതിങ്ങനെ വന്നിട്ടുണ്ട്, ആ ഒരു ചോദ്യം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറാഇക്കും വൽ അദ്വു അമാമക്കും മനിൽ ഖാഇൽ. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതേപോലെ ഇപ്പൊ മറ്റു സിയാദ് ഇബ്നു അബീഹിന്റെയും ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അലി റളിയല്ലാഹുവിന്റെ ഒക്കെ പ്രസംഗം നിന്നിട്ട് ആരുതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും നമുക്ക് എന്താണ് ഇപ്പം ഇസ്ലാമിക് ലിറ്ററേച്ചർ അങ്ങനെ അല്ലെങ്കിൽ ഖുത്ബാക്കളെ കുറിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇതിന് കരുതാം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കറക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ലൈസ മിൻ അഗ്റാളി മബ്ഹസി അർ-റഹ്മ വർ-റഅഫ. അതായത് റഹ്മ റഅഫ എന്നുള്ള മബ്ഹസിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത്. തൗലീദുർ റഹ്മ ഫി ഖുലൂബിൽ അത്ഫാൽ, തൻമിയത്തുൽ മഹബ്ബ ലിൽ ഹയവാനാത്ത്, തൗലീദുർ റഅഫ ഫി ഖുലൂബിൽ ഹയവാനാത്ത്, തൻമിയത്തുൽ മഹബ്ബ ലിൽ ബീഅ.
അത് നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഹാൻഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാഠഭാഗത്തിനും കൃത്യമായിട്ടുള്ള മബഹസ് ഉണ്ടാവും, മഫാഹിം ഉണ്ടാവും, ഖിയം ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓരോ പാഠത്തിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും ഹാൻഡ് ബുക്കിൽ. ഓരോ പാഠത്തിനും ഓരോ മബഹത്തുകൾ ഉണ്ടാവും. കാരണം കുട്ടികൾക്ക് ആ ഒരു ഇത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. റഹ്മത്ത് റഫത്ത് എന്നുള്ളത് ഒരു മബഹസാണ്. കുട്ടികൾക്ക് അതിനിപ്പോ കാരുണ്യത്തെ കുറിച്ചിട്ടും സ്നേഹത്തിന് ഓരോ മബഹത്തുകളുടെ ഇപ്പൊ ബീഅത്ത് പരിസ്ഥിതിയെ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിദഖു വൽ അമാന അതൊരു മബഹസാണ്. കുട്ടികൾക്ക് ആ ഒരു അതിനെ കുറിച്ചിട്ടുള്ള പാഠങ്ങളായിരിക്കും പിന്നെ ആ പാഠഭാഗത്ത് ഉണ്ടാവും ആ ഒരു ചാപ്റ്ററിൽ. അപ്പം അതിലുള്ളതാണ്. അപ്പൊ ആ ഒരു റഹ്മ റഫ എന്ന് പറഞ്ഞിട്ടുള്ള മബഹസിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഒന്നെന്താണ് തൗലീദു റഹ്മ ഫി ഖുലൂബിൽ അത്ഫാൽ, അത് കുട്ടികളുടെ മനസ്സിൽ എന്താ റഹ്മത്ത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ തനിമത്തുൽ മഹബ്ബ ലിൽ ഹൈവാനാത്ത്, അതായത് ഹൈവാനാത്തുകളോട് മഹബത്ത് വളർത്തിയെടുക്കുക. പിന്നെ തൗലീദു റഅഫ ഫി ഖുലൂബിൽ ഹൈവാനാത്ത്, മൃഗങ്ങളുടെ മനസ്സിൽ റഅഫത്ത് ഉണ്ടാക്കുക. പിന്നെ തനിമത്തുൽ മഹബ്ബ ലിൽ ബിഅത്തിനോടൊരു മഹബത്ത് ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ ആൻസർ എന്താണ് നമുക്ക് മനസ്സിലാവും? ഓപ്ഷൻ സി ആണ് അല്ലെ. കാരണം ഈ ബാക്കി മൂന്നും എന്താണ് നമുക്ക് നടക്കും. അത് ഖുലൂബിൽ അത്ഫാല് നമുക്ക് റഹ്മത്ത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഹൈവാനാത്തിനോട് നമുക്ക് വേണമെങ്കിൽ മഹബത്ത്, അതും കുട്ടി ആ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ ഒരു മബഹത്ത്. കാരണം ഹൈവാനാത്തിനോടും ചുറ്റുള്ള ബിഅത്തിനോടും ഒക്കെ ഒരു ഇഷ്ടം, ഒരു മഹബത്തും ഇതൊക്കെ വളർത്തിയെടുക്കാന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാക്കും ഈ ഒരു മബഹത്ത്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു ലക്ഷ്യം വെക്കുന്നുണ്ട് ആ ഒരു മബഹത്ത്. അതേപോലെ തന്നെ കുട്ടികളുടെ മനസ്സിൽ റഹ്മത്ത് ഉണ്ടാക്കാന്നുള്ളതാണ്. പക്ഷെ ഹൈവാനാത്തിന്റെ ഹൃദയത്തിൽ റഹ്മത്ത് ഉണ്ടാക്കുന്നുള്ളത് തികച്ചും തെറ്റാണ്. അപ്പം അതല്ല. നമുക്ക് സാധാ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ഇങ്ങനെയാണ് ഈ ഒരു റഹ്മ റഹ്മത്ത് എന്നുള്ള ഒരു മബഹസ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അടുത്തത് യഹ്തഫിൽ യൗമുൽ ഖിറാഅ തിദ്കാറുല്ലി ഡാഷ്. നമ്മൾ വായനാ ദിനം ജൂൺ 19 നമ്മൾ ആചരിക്കാറുണ്ട്. അത് ആരുടെ ഓർമ്മക്കു ആണ് ഇത് ആചരിക്കുന്നത്? ഡോക്ടർ രാധാകൃഷ്ണൻ, മഹാത്മാഗാന്ധി, PN പണിക്കർ, ജവഹർലാൽ നെഹ്റു. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണല്ലേ, PN പണിക്കരുടെ തിരുക്കാരനാണ് നമ്മൾ യൗമുൽ ഖിറാഅ ആചരിക്കുന്നത്. ഇനി ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. തന്നെയാണ് വരാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല, കാരണം ഇതുവരെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് തോന്നിയത് മാത്രം ഉൾപ്പെടുത്തിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹസലത്ത് ജോഹൽ ഹാരിസി അല ജായിസത്ത് ഇമാൻ ബുക്കർ അദ്വലിയ ലി റിവായത്തി ഡാഷ്. നാരഞ്ച, മനാമാർ, സയ്യിദാത്തുൽ ഖമർ, ഹരീറുൽ ഗസാല. നമുക്കറിയാം ജോഹൽ ഹാരിസക്ക് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് മാൻ ബുക്കർ അവാർഡ് കിട്ടിയിട്ടുള്ള സ്ത്രീയാണ്, അറബിയാണ്. അപ്പം അത് കിട്ടിയത് ഏത് റിവായത്തിനാണ് ഈ ഒരു മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത് ജോഹൽ ഹാരിസിക്ക്? പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ജോഹൽ ഹാരിസിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതിലിങ്ങനെ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും അറിയാം സയ്യിദാത്തുൽ ഖമർ എന്നുള്ള നോവലിനാണ് അവർക്ക് മാൻ ബുക്കർ അവാർഡ് കിട്ടിയത്, മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീഫൻ ഫാർക്കർ ഡാഷ്. മുഈനു സമഅ്, ഉക്കാസ, നവ്വാറ, കുർസിയുൽ മുതഹദ്ദിഖ്. സ്റ്റീഫൻ ഫാർക്കർ കണ്ടെത്തിയത് എന്താണെന്നുള്ളതാണ്. മുഈനു സമഅ് നമ്മൾ കേൾവി സഹായം ഉണ്ടാവില്ല, ഇപ്പൊ കേൾവി കുറവുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ ചെവിയില്, അതാണ് മുഈനു സമഅ്. ഉക്കാസ എന്ന് പറഞ്ഞാൽ ഊന്നുവടി, നവ്വാറ എന്ന് പറഞ്ഞാൽ കണ്ണട, പിന്നെ കുർസിയുൽ മുതഹദ്ദിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ചെയർ. ഇതിൽ സ്റ്റീഫൻ ഫാർക്കർ കണ്ടെത്തിയ എന്താണ്? ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതായത് ഇങ്ങനെ മുഴക്കിനായിട്ടുള്ള ഇപ്പം ഈ ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ഒരുപാട് ഉന്നതിയിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറയുന്ന പാടാണ്. അതിലിപ്പം എന്താണ് നമ്മുടെ ഇവരെ കുറിച്ചൊക്കെ പറയുന്നത്, സ്റ്റീഫൻ ഹോക്കിങ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം ഓനിമൽ മിഫ്താഹ് ഉണ്ടല്ലോ, ഖത്തർകാരനായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും എന്താണ് ഉന്നതിയിൽ എത്താം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പാടാണ്. അപ്പം സ്റ്റീഫൻ ഫാർക്കർ കണ്ടെത്തിയത് എന്താണ്? ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, കുർസിയുൽ മുതഹദ്ദിഖ് ആണ്, വീൽ ചെയർ. വീൽ ചെയർ കണ്ടെത്തിയ ആളാണ് സ്റ്റീഫൻ ഫാർക്കർ. ഓക്കെ, മൻ യുലഖബു ബി അദീബി തുഫൂല. അദീബു തുഫൂല എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാലിദ് നസ്ര, മുസ്തഫ അസൂസ്, മുഹമ്മദ് അൽ ഫാദിൽ സുലൈമാൻ, നവാൽ മെഹ്നി. ഓക്കെ, ഓപ്ഷൻ സി ആണല്ലേ, വെരി ഗുഡ്. മുഹമ്മദ് അൽ ഫാദിൽ സുലൈമാൻ ആണ് അദീബു തുഫൂല എന്നറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചിട്ട്
പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാണ്ട് അദ്ദേഹത്തിന്റെ പാഠങ്ങൾ. ഓക്കെ, രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തെ 2 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൽ മുഹമ്മദ് ഫാദൽ സുലൈമാനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അദീബു തുഫൂല എന്നറിയപ്പെടുന്നുണ്ട്. അത് അൽ കൽബു ഇദാ ഹവ അൽ കൽബു ഇദാ ഹവ വ തിരിയാക്കുൽ ഹയാത്ത് മിൻ ദവാവിനി ഡാഷ്. അത് അഹമ്മദ് അൽ ഫാരിസിയുടേതാണ്. ഓക്കെ, അഹമ്മദ് അൽ ഫാരിസിയുടേതാണ് അൽ കൽബു ഇദാ ഹവ വ തിരിയാക്കുൽ ഹയാത്ത്. ഇദ്ദേഹത്തിന് 9ാം ക്ലാസ്സിൽ ഇദ്ദേഹത്തിന് ഒരു കവിത ഉണ്ട്, ഒരു നസാഹിൻ ത്വബീബ് എന്നുള്ള. അപ്പൊ ഇദ്ദേഹം ഒരു ത്വബീബാണ് അഹമ്മദ് അൽ ഫാരിസി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ 2 വർക്കാണ് അൽ കൽബു ഇദാ ഹവ, തിരിയാക്കുൽ ഹയാത്ത്. അടുത്തത് അൽ അൽ ഒംല റസ്മിയ ഫിസ്ഫീൻ, ചൈനയിലെ ഒംലത്ത് കോയിൻ ഏതാണെന്നുള്ളതാണ്. ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വേഗം ആൻസർ പറയാം. യുവാൻ ആണ്, യുവാൻ. ഓക്കെ, ഇനി അത്തൗറുൽ അവ്വൽ ഫി തദ്രീസിൽ മൻദൂം, നമ്മളൊരു കവിത പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഉള്ള ഒരു ആദ്യത്തെ ഘട്ടം എന്താണെന്നുള്ളതാണ്. യസ്മാഹുൽ മുദരിസ് ബിനഫ്സിഹി, യസ്തമിഉൽ മുദരിസ് ബിനഫ്സിഹി, യസ്മാഹുൽ ദാരിസ് ബിനഫ്സിഹി, യസ്തമിഉൽ ദാരിസ് ബിനഫ്സിഹി. ഏതാണ്? സോറി, ഒന്നാമത്തെ യുസ്മിഉൽ മുദരിസ് ബിനഫ്സിഹി എന്നുള്ള കേട്ടോ. ഓക്കെ, അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യുസ്മിഉൽ മുദരിസ് ബിനഫ്സിഹി. അതായത് നമ്മളൊരു കവിത പഠിപ്പിക്കുന്ന സമയത്ത്, സ്കൂളിൽ കുട്ടികൾ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അധ്യാപകർ എന്ത് ചെയ്യണം, അത് കേൾപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്തത് തീമാറ്റിക് എഡിറ്റിംഗ്, അദ്വിബ്. ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ? ഞാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റിൽ എടുക്കാം കേട്ടോ. തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തഹ്രീറുൽ മബഹസി. ഓക്കെ, തഹ്രീറുൽ മബഹസി എന്നുള്ളതാണ് തീമാറ്റിക് എഡിറ്റിംഗ്. നിങ്ങൾ മിക്കവാറും പെഡഗോജിയിൽ പഠിച്ചിട്ടുണ്ടാവും തഹ്രീറുൽ മബഹസി. ഇനി ജലീൽ ഖസ്റാൽ കാത്തിബ് മഷ്ഹൂറൻ ഫി അദബിൽ അത്ഫാൽ ജിൻസിയത്തുഹു. ഓക്കെ, അദബുൽ അത്ഫാലിന്റെ മേഖലയിൽ മറ്റൊരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജലീൽ ഖസ്റാൽ. അദ്ദേഹത്തിന്റെ ജിൻസിയത്ത്. ഓക്കെ, അദ്ദേഹം ഫിലിസ്തീനിയാണ് കേട്ടോ. ഫിലിസ്തീനിയും, സോറി ഇറാഖിയാണ്, മാറിപ്പോയതാണ്, സോറി. അടുത്തത് ഖൈസു അൽ ഖുദ്സ് മിൻ മുഅല്ലഫാത്തി അദ്ദക്തൂർ മുർത്തസലിയുടെ വർക്കാണ് ഖൈസു അൽ ഖുദ്സ്. ഓക്കെ, ലാസ്റ്റ് സ്ലൈഡ് ആണത്. സ്റ്റിൽ ബൈനൽ അമൂദൈൻ, ഗാനി മിഫ്താഹ്, നവാൽ മെഹ്നി, സലീം അബ്ദുൽ ഖാദിർ. അവരുടെയൊക്കെ ജിൻസിയത്താണ് മിസ്രി, സൂരി, ഖത്തരി. ആരാണ്? ഓക്കെ, ഗാനി മിഫ്താഹ് എന്താണ്? അദ്ദേഹം ഖത്തരിയാണ്. ഓക്കെ, ഖത്തരിയാണ് ഗാനി മിഫ്താഹ്. പിന്നെ നവാൽ മെഹ്നി നമ്മൾ നേരത്തെ പറഞ്ഞു, മിസ്രിയാണ്. സലീം അബ്ദുൽ ഖാദിർ സൂരിയാണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ. ഇതോട് കൂടി കഴിഞ്ഞു. ഇനി മുഹമ്മദ് സ്വാലിഹ് ഹുവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവി ഉണ്ട്. അത് ഈ സ്ലൈഡ് ഇതിന്റെ മിക്സായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. മുഹമ്മദ് സ്വാലിഹ് ഹുവാരി ഉണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജിൻസിയത്ത് ചോദിച്ചിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ. അദ്ദേഹം ഫിലസ്തീനിയാണ് കേട്ടോ. ഫിലസ്തീനിയ നോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാനിപ്പം സ്ലൈഡ് കണ്ടതായിട്ട് ഓർമ്മയില്ല, ഞാൻ ആഡ് ആക്കി, മിസ്സായതാ തോന്നുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് സ്വാലിഹ് ഹുവാരിയുടെ ജിൻസിയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫിലസ്തീനിയാണ്. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്യാം. ഇൻഷാല്ലാ, അപ്പൊ അതോടുകൂടി ക്ലാസ് അവസാനിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ?